അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതാരും സലാം മടക്കാത്തത്? ക്ലാസ്സൊക്കെ എല്ലാവരും പിന്നെ വെള്ളം കുടിച്ചു കഴിഞ്ഞില്ലേ? ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅല ആലിഹി വസുഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളുടെ സമയം നേരത്തെ ക്രമീകരിച്ചതിലും വിപരീതമായി അല്പം വൈകിയാണ് ഈ ക്ലാസ് തുടങ്ങുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആമുഖങ്ങളില്ലാതെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇത് ഞാൻ പറയുക നിങ്ങൾ കേൾക്കുക എന്ന രൂപത്തിലുള്ള ക്ലാസ് അല്ല. ഞാനും നിങ്ങളും ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. വെയിൽ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ പോവും. അവിടെ നമുക്ക് കർട്ടൻ കെട്ടിയാൽ വെയിൽ ഒഴിവാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്രഷ്ടാവാണ്, അല്ലേ? നമ്മളെ സൃഷ്ടിച്ചതാരാണ്? അല്ലാഹുവാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അല്ലാഹുവാണ്. ഈ ലോകം നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹുവാണ്. ഇതാണ് മുസ്ലിമീങ്ങളായ നമ്മുടെ വിശ്വാസം. അങ്ങോട്ട് ശ്രദ്ധിക്കണ്ടോ? നമ്മളെ വിശ്വാസം എന്താണ്? നമ്മളെ സൃഷ്ടിച്ചത് അള്ളയാണ്, നമ്മളെ പരിപാലിക്കുന്നത് അള്ളയാണ്, ഈ ലോകം നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് നൽകുന്നവൻ, നമുക്ക് എന്തൊരു കാര്യം നൽകുന്നവനും തടയുന്നവനും എല്ലാം അല്ലാഹുവാണ്. അള്ളാഹുവിൻ്റെ ദീനാണ് ഏത് നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. അള്ളാഹുവിൻ്റെ ദീനാണ് ഇസ്ലാം. അത് നമ്മൾ മദ്രസ എന്നൊക്കെ പഠിച്ചതല്ലേ? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ് എന്നാ. ഇസ്ലാം അല്ലാത്ത ഒരു മതവും, ഞാൻ ഇടയ്ക്ക് ചോദ്യം ചോദിക്കട്ടെ, ചിലരോട് ചോദിക്കും. ഈ പറഞ്ഞതിന് ചില ചോദ്യം ചോദിക്കുമ്പോൾ ക്ലാസ് ശ്രദ്ധിച്ചാലേ അവർക്ക് ഉത്തരം പറയാൻ കഴിയുള്ളൂ. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്. ഇസ്ലാം അല്ലാത്തതിനെ വല്ലവരും മതമായി സ്വീകരിച്ചാൽ അവരിൽ നിന്ന് അള്ളാഹു യാതൊന്നും സ്വീകരിക്കൂല എന്നുള്ളത് നിങ്ങൾ മദ്രസയിൽ പഠിച്ചതാണ്. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ കാര്യമാണത്. അപ്പൊ അള്ളാഹുവിൻ്റെ ദീനായ പരിശുദ്ധ ഇസ്ലാം ഉൾക്കൊള്ളുന്ന ആളുകളെ വിളിക്കുന്ന പേരെന്താ? മുസ്ലിമീങ്ങൾ എന്നാണ്. ഈ ഇസ്ലാം മതത്തിന്റെ പ്രചരണത്തിനു വേണ്ടിയാണ് അള്ളാഹു തആല ലോകത്ത് ലക്ഷക്കണക്കിന് വരുന്ന അമ്പിയാക്കളെ അയച്ചത്. ആ നബിമാരിൽ നമ്മുടെ നബി ആരാ? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയുടെ പ്രത്യേകത എന്താ? അവസാന നബിയാണ്. ആ നബിക്ക് ശേഷം ഇനി വേറൊരു നബി ഉണ്ടോ? ആദം നബി തൊട്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തി നിൽക്കുന്ന ഒരു വലിയ ഇതവിടെ ഈ വെയിൽ വരാതിരിക്കാൻ വേണ്ടി അതിന് മേൽക്കൂടി പോണ്ടി വരും. റൈമേ, നമ്മളെ പിന്നെ പള്ളീൻ്റെ 2ാം നിലയിൽ കയറിയിട്ടേ ഔട്ടേക്കുള്ള ഡോറ് തുറന്നാൽ അവിടേക്കുള്ള വഴിയുണ്ട്. ഇതിങ്ങനെ ഒരു സദസ്സൊരു കോലല്ല. ഇത് കുറേ ആൾക്കാർ അവിടെ, കുറേ ആൾക്കാർ ഇവിടെ, കുറേ ആൾക്കാരെ ബെഞ്ചും. അതെന്താ? ഓലിതിൻ്റെ സംഘാടകരാ. നിങ്ങളിങ്ങനെ ശ്രദ്ധിക്കട്ടോ, കുറച്ച് സമയം തന്നിട്ടുള്ളൂ. അപ്പം നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യ നബിയാണ്. ഇനി ആ നബിക്ക് ശേഷം വേറെ ഒരു നബിയുണ്ടെന്ന് വല്ലവരും വാദിച്ചാൽ, വല്ലവരും വിശ്വസിച്ചാൽ ഓലി ഇസ്ലാമിൻ്റെ ഗ്രൗണ്ടിലില്ല. അതുകൊണ്ടാണ് ഖാദിയാനികൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. കേട്ടിട്ടുണ്ടെങ്കിൽ പോലെ? അത്ര കേക്കൽ പുണ്യമുള്ള വിഭാഗമൊന്നുമല്ല.
ഓല് നമ്മളെ നാട്ടിൽ കൂടി ഒന്നും വല്ലാതല്ല. കാദിയാനികൾ എന്ന് പറഞ്ഞിട്ടൊരു ടീം, ഓൽക്കും പള്ളിയുണ്ട്. ഇപ്പൊ ഇതിന്റെ അടുത്ത ഓല പള്ളി എവിടെ എനിക്കറിഞ്ഞില്ല, മഞ്ചേരിയൊക്കെ ഓൽക്ക് പള്ളിയുണ്ട്. ഓല ഇമാമ എവിടെ നിൽക്കലറിയോ? ലണ്ടനിലെ ഇമാം ഉണ്ടാകുക, മൗമൂമിങ്ങൾ മഞ്ചേരിയിലും. ഈ കാദിയാനികൾ കാഫിറാണ് എന്നാ നമ്മൾ പറയാം. കാഫിർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരാണ്. എന്താ കാദിയാനി കാഫിറാകാനുള്ള കാരണം? കാദിയാനികൾക്ക് ഹറമിൽ പ്രവേശിക്കാൻ പറ്റൂല. കാദിയാനികളിൽപ്പെട്ട ആരെങ്കിലും മരിച്ചാല് നമ്മളെ നാട്ടിലെ ഖബറിസ്ഥാനിൽ കൊടുന്ന് മറവ് ചെയ്യാൻ നിയമല്ല. കാരണം കാദിയാനി കാഫിറാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാദിയാനി കാഫിറാകാനുള്ള കാരണം എന്താ അറിയങ്ങൾ? കാദിയാനികളുടെ പ്രധാന വിശ്വാസം മുഹമ്മദ് നബി അന്ത്യ നബി അല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ കാദിയാനികൾ ഇസ്ലാം എന്ന് പുറത്താണ്. ഇരിക്കട്ടെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ നബിയാണ്. ഇനി ലോകാവസാനം വരെ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, വരാൻ പോകുന്ന എല്ലാവർക്കുള്ള നബിയാണ് ആര്? നമ്മളെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവ് ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ അവിടുത്തെ വയസ്സെത്രയാ? 63-ാമത്തെ വയസ്സിൽ വിട പറഞ്ഞിരിക്കുന്നു അല്ലേ? ആ നബിതങ്ങള് അവിടുത്തെ ശിഷ്യന്മാർക്കാണ് നമ്മൾ എന്ത് പറയാ? നബിയെ കണ്ടവർക്കാണ് നമ്മൾ എന്ത് പറയാ? സ്വഹാബികൾ. നല്ല കുട്ടികളാണ്, ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സ്വഹാബികൾ എന്ന് പറയുന്നത് നബിയെ കണ്ടവരാണ്. നബിയെ കാണണം, നബിയുടെ കാലത്ത് നബിയോടൊത്ത് സഹവസിച്ച് ജീവിച്ചവരാണ് സ്വഹാബത്ത്. ആ സ്വഹാബത്തിനാണ് നബിതങ്ങള് ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. അതവിടെ കെട്ടിക്കോളൂ, നിങ്ങൾ നോക്കിക്കോളൂ. അള്ളാഹുവിന്റെ റസൂല് സ്വഹാബത്തിനാണ് ദീനിന്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് നബിതങ്ങൾ ഓരോട് പറഞ്ഞൊരു വർത്താനം എന്താ അറിയോ? നിങ്ങൾ ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലും ഈ സന്ദേശം എത്തിക്കണം. അങ്ങനെ സ്വഹാബത്ത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പോയി. നമ്മുടെ ഈ കേരളത്തിലും ആര് വന്നു? മാലിക് ബിൻ ദീനാർ വന്നു. മാലിക് ദീനാർ ആരാ? സ്വഹാബിയാണ്. മാലിക് ദീനാർ ആരാണ്? മാലിക് ബിൻ ദീനാർ നബിയെ കണ്ടിട്ടുണ്ട്, നബിയോടൊത്ത് സഹവസിച്ചിട്ടുണ്ട്, നബിയിൽ നിന്ന് ഇസ്ലാം പഠിച്ചിട്ടുണ്ട്. ആ മാലിക് ബിൻ ദീനാറിന്റെ നേതൃത്വത്തിലാണ് നമ്മുടെ ഈ കേരളത്തിൽ ഇസ്ലാം എത്തിയത്. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, അതെന്തിനാ നോക്കേണ്ട കാര്യം? ഇസ്ലാം കേരളത്തിൽ എത്തിയത് മാലിക് ബിൻ ദീനാറിന്റെ നേതൃത്വത്തിലുള്ള സ്വഹാബി സംഘമാണ് ഇസ്ലാം എത്തിച്ചത്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അങ്ങനെ നബിയുടെ ശിഷ്യന്മാരായ സ്വഹാബത്ത് കേരളത്തിൽ ഇസ്ലാം എത്തിച്ചെങ്കിൽ പിന്നെ എങ്ങനെ നമ്മളെ നാട്ടിൽ പല ഇസ്ലാം ഉണ്ടായി? നിങ്ങൾക്ക് സംശയമല്ലേ? ഇപ്പൊ ചില പള്ളിക്ക് പോയാല്, ഇപ്പൊ നിങ്ങളൊക്കെ ജുമഅക്ക് പോണ പള്ളിയിൽ ഏത് ഭാഷയിലാ ഖുത്ബോദല്? എന്നാ വേറെയും ചില പള്ളി ഉണ്ട്, അവിടെ ഏത് ഭാഷയിലാ ഖുത്ബ നടക്കാറുള്ളത്? മലയാളം. ഏതാ ശരി? എന്താ കാരണം? നബിതങ്ങൾ അറബിയിൽ, അപ്പൊ പിന്നെ ഓല് മലയാളത്തിൽ ഓതാനുള്ള കാരണം എന്തായിരിക്കും? ഓലെന്തതിന് കാരണം പറച്ചില്? കണ്ടങ്ങള് കുട്ടികൾക്ക് മനസ്സിലാണ്ട്, മനസ്സിലാകേണ്ട ഭാഷയിലല്ലേ ഖുത്ബ ഓതേണ്ടത്? ഖുത്ബ ജനങ്ങളോട് നടത്തുന്ന ഒരു പ്രസംഗല്ലേ? ആ പ്രസംഗം ജനങ്ങൾക്ക് തിരിയണ്ടേ? തിരിയണമെങ്കിലോ നാട്ടുകാരുടെ ഭാഷയിൽ ഓതണ്ടേ? പെട്ടെന്ന് ആരും വീണു പോകുന്ന ഒരു കാര്യമാണിത്. ഇതിനെന്താ നമ്മൾ മറുപടി പറയാ? ഖുത്ബ ജനങ്ങൾക്ക് തിരിയണമെങ്കിൽ നാട്ടുകാരെ ഭാഷയിൽ ഓതണം. നബിതങ്ങൾ ഖുത്ബ ഓതിയത് അറബിയിലാണ്, ശരിയാണ്. എന്തേ കാരണം? ഇങ്ങോട്ട് നോക്കി, നബിതങ്ങൾ അറബിയിലാണ് ഖുത്ബ ഓതിയത്, ശരി. നബിതങ്ങളെ ഖുത്ബ കേൾക്കാൻ വേണ്ടി വന്ന സ്വഹാബത്ത്, ആ സ്വഹാബത്ത് അറബികളാണ്. ഓൽക്ക് അറബിയിലുള്ള ഖുത്ബ മനസ്സിലാകുമായിരുന്നു. അതുകൊണ്ട് നബി തങ്ങളെ ഖുത്ബ അവർക്ക് തിരിഞ്ഞു. നമ്മൾ അറബിയിൽ ഖുത്ബ ഓതിയാൽ സദസ്സിലുള്ള ആളുകൾ മലയാളികളാണ്, ഓൽക്ക് അറബിയിലുള്ള ഖുത്ബ മനസ്സിലാവൂല. അപ്പൊ നമ്മൾ നാട്ടുകാർക്ക് തിരിയുന്ന ഭാഷയിൽ ഖുത്ബ ഓതണം. ഇതാണ് ഓല് പറയാ. എന്നാ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ പോട്ടോ. കേരളത്തിൽ ആദ്യമായിട്ട്, കേരളത്തിലല്ല ലോകത്താദ്യമായിട്ട്, നിങ്ങളെ കയ്യിൽ പേനയും കടലാസൊന്നും ഇല്ലല്ലോ, ഒന്നും ഉണ്ടാകരുത്, അത് വളരെ നല്ലതാണ്. അപ്പൊ മനസ്സിലാക്കി മനപ്പാടാക്കി വെക്കണം. നിങ്ങൾ ഒരു കടലാസും പേനയും കൊടുക്കേണ്ടതായിരുന്നു ഇവർക്ക്.
മറ്റേതുപോലെ കുറിച്ചു വെക്കണ്ടേ? ഞാൻ പറയുന്ന ഇത് നിങ്ങൾക്ക് ഇനി എന്താ അറിയോ, നിങ്ങളെ കൂട്ടുകാർക്ക് ഈ സന്ദേശം എത്തിക്കണം. അപ്പോഴാ റേഞ്ച് കമ്മിറ്റി അധ്വാനിച്ചതിന്റെ ഫലം കിട്ടുള്ളൂ. ലോകത്ത് ആദ്യം ഒരു മുസ്ലിം പള്ളിയിൽ ആ പള്ളിയുടെ മെമ്പർ വന്ന് അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ച പള്ളി ഏതാ നിങ്ങൾക്കറിയോ? ലോകത്തൊട്ടാകെ അറബിയിലാണ് നബിതങ്ങൾ ഖുതുബ ഓതിയത്, സ്വഹാബത്ത് ഖുതുബ ഓതിയത്. ഇസ്ലാമിന്റെ ഭാഷ അറബിയാണ്, ഖുർആന്റെ ഭാഷ അറബിയാണ്, ഇസ്ലാമിന്റെ ഭാഷ അറബിയാണ്. ഈ ഖുതുബ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന ഒരു നിർബന്ധവുമില്ല. ഓല് പറയുന്നൊക്കെ യുക്തിയാണ്. യുക്തിക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞാൽ എന്താ അറിയോ? സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്നാണ് ഹദീസ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? ഞാൻ എങ്ങനെയാണ് നിസ്കരിക്കണം നിങ്ങൾ കണ്ടിട്ടുള്ളത്, നിങ്ങൾ അതുപോലെ നിസ്കരിക്കണട്ടാന്നാ. നബിതങ്ങൾ ഖുതുബ ഓതിയത് അറബിയിൽ, നബിതങ്ങൾ ബാങ്ക് വിളിച്ചത് അറബിയിൽ, നബിതങ്ങൾ നിസ്കരിച്ചത് അറബിയിൽ. ഇസ്ലാമിന്റെ ഭാഷ അറബി. ലോകത്തെല്ലായിടത്തുള്ള മുസ്ലിമീങ്ങൾ അറബിയിൽ ഖുതുബ ഓതി. എന്നാൽ ലോകത്താദ്യം അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ച ലോകത്താദ്യത്തെ പള്ളി ഏതാണെന്നറിയോ? ഏതാണ് ആ പള്ളി? ആ പള്ളി കഷ്ടകാലം എന്ന് പറയാം നമ്മുടെ കേരളത്തിലാണ്. ലോകത്താദ്യം. ആ കൊല്ലം ഏതാന്ന് ചോദിച്ചാൽ 1865. ആവശ്യമുള്ളവർ കുറിച്ച് വെച്ചോളി, കയ്യിൽ എഴുതരുത്, കറാത്താണ്. 1865 ലോകത്താദ്യം ഒരു മുസ്ലിം പള്ളിയിൽ അറബി ഭാഷയിലല്ലാതെ ഖുതുബ നിർവഹിച്ചത്. ആ പള്ളിയുള്ളത് എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ പള്ളി അറിയപ്പെടുന്നത് പുതിയ പള്ളി എന്നാണ്. ആ പള്ളി നിർമ്മിച്ച ആള് ശ്രീ ഹാജി അബ്ദുള്ള സേട്ടാണ്. ഈ കേരളത്തിലെ ആദ്യത്തെ പള്ളി ഏതാ? കറക്റ്റ്, കൊടുങ്ങല്ലൂരിലെ ചേരമാൻ മസ്ജിദ്. ആ പള്ളി കണ്ടോരെന്ന് കൈപ്പൊക്കി കാണി. അടുത്ത കൊല്ലം ഉസ്താദ്മാരോട് പറയാ പള്ളി കൊണ്ടേ കാണി. കേരളത്തിൽ ആദ്യത്തെ പള്ളി കാണാതെ എങ്ങനെ നിങ്ങൾ മദ്രസ പഠനം നിർത്തല്? അപ്പൊ അതുകൊണ്ട് ടൂറ് പോകണം. അവിടേക്കാ പോകേണ്ടത്, കൊടൈക്കനാൽക്കല്ല. അത് രണ്ടാമത് പോയാൽ മതി. ആദ്യം ഇവിടെ പോകണം. കേരളത്തിൽ ആദ്യത്തെ മുസ്ലിം പള്ളി, ഇന്ത്യയിലെ ഫസ്റ്റ് മോസ്ക് എന്ന ഹിസ്റ്ററിയിൽ അറിയപ്പെടുന്ന പള്ളി കൊടുങ്ങല്ലൂരിലെ ചേരമാൻ മസ്ജിദ് പള്ളിയാണ്. ആ പള്ളിയിൽ അറബിയിലുള്ള ഖുതുബ, കേരളത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയ പള്ളിയിൽ അറബിയിലുള്ള ഖുതുബ. സ്വഹാബത്ത് നിർമ്മിച്ച പള്ളിയാണ് ആ പള്ളി. ആ പള്ളി ഉൾപ്പെടെ സ്വഹാബത്ത് പല പള്ളിയും പണിതു. അതിലൊന്നും മലയാളത്തിൽ ഖുതുബല്ല. നിങ്ങൾ ഇങ്ങനെ സ്കൂളിലോ അല്ല ഏതെങ്കിലും ഒരു വഹാബി ഒരു കുട്ടിനെ കിട്ടി നിങ്ങൾ ഓനെ വസ്വാസാക്കണം. അല്ല ചങ്ങായി, കേരളത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ ചിലപ്പോൾ ജുമാക്ക് അറബിയിൽ ഖുതുബ ഓതുന്ന പള്ളിക്കൊക്കെ പോകുമ്പോൾ ഓൻ പറയും ഞാൻ അപ്പുറത്തേക്കാ പോണാറ്. അപ്പൊ നിങ്ങൾ അവനോട് ചോദിക്കും നിങ്ങൾ മലയാളത്തിലാണ് ഞങ്ങളെ ഖുതുബ, നിങ്ങൾക്ക് തിരിയണം. ഉടനെ നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഈ കേരളത്തിൽ ആദ്യത്തെ പള്ളി എനിക്ക് ഏതാണെന്നറിയോ? ഓൻ അറിയില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, കൊടുങ്ങല്ലൂരിലെ പള്ളിയല്ലേ. ആ പള്ളി ഉണ്ടാക്കിയത് സമസ്ത അല്ലല്ലോ. ആ പള്ളി SYS ഉണ്ടാക്കിയതല്ല, ഞങ്ങൾ SSF ഉണ്ടാക്കിയതല്ല. ആ പള്ളി ഉണ്ടാക്കിയത് റസൂലുള്ളാഹിന്റെ സ്വഹാബത്താണ്. ആദ്യമായിട്ട് കേരളത്തിൽ പണിത മുസ്ലിം പള്ളിയാണ്. ആ പള്ളിയിൽ അന്നും അറബിയിലുള്ള ഖുതുബ, ഇന്നും അറബിയിലുള്ള ഖുതുബ. എനിക്കത് മതി. എന്നാ ഞാനോട് രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിക്കണ്ട്. ആയിക്കോട്ടെ, ഇജ്ജ് മലയാളത്തിലുള്ള ഖുതുബക്കാണല്ലോ ഇപ്പൊ പോണത്. സഹോദര, കേരളത്തിൽ ആദ്യമായിട്ട് അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയ പള്ളി, ആദ്യത്തെ പള്ളി എനിക്ക് ഏതാണെന്നറിയോ? ഓനക്കറിയില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, 1865 ആ പള്ളി പണിതത്. ആ പള്ളി അബ്ദുള്ള സേട്ട് ഉണ്ടാക്കിയ പള്ളിയാണ്. മട്ടാഞ്ചേരിയിലാണ് ആ പള്ളി. പുതിയ പള്ളി എന്നുള്ള പേരിലാണ് ആ പള്ളി അറിയപ്പെടുന്നത്. ആ പള്ളിയിലെ ഇമാം ആരായിരുന്നു എന്നറിയോ? ആദ്യമായിട്ട് അവിടുത്തെ ഖത്തീബായിട്ട് ജോലിയെടുത്ത വ്യക്തി ഹൈദരാബാദുകാരനായ അബ്ദുൽ കരീം മൗലവിയായിരുന്നു. അയാൾക്ക് മലയാളം ഒരു അറഫ് അറിയില്ല. അയാളെ ഭാഷ ഏതായിരുന്നു അറിയോ? ഉറുദു ആണ്. അയാൾക്ക് മലയാളം അറിയില്ല. അപ്പൊ അയാൾ അവിടുത്തെ ഖത്തീബായപ്പോൾ അയാൾ മലയാളത്തിലല്ല ആദ്യമായിട്ട് ഖുതുബ ഓതിയത്. അയാൾ ഏത് ഭാഷയിലാ ആദ്യമായിട്ട് ഖുതുബ ഓതിയത്? അറബിയില. വെറുതെ ശ്രദ്ധിക്കാതെ വിളിച്ചു പറയുന്നത്. ലോകത്താദ്യമായിട്ട് അഞ്ഞുവാണ് നിങ്ങളെ ഉസ്താദ്മാർക്ക് സദസ്സ് ക്രമീകരിക്കുക. അപ്പൊ എങ്ങനെ ഞങ്ങൾ ഇഷ്ടം പോലെ ഇരുന്നോളി. എന്തെങ്കിലും ഒരു ഉണർ. ആ പള്ളിയിലെ ഇമാമിന്റെ പേര് അബ്ദുൽ കരീം മൗലവി എന്നായിരുന്നു. അയാൾക്ക് എന്തറിയില്ല? മലയാളം അറിയില്ല. കാരണം അയാൾ എവിടുത്തുകാരനാ? ഹൈദരാബാദുകാരനാണ്. അപ്പൊ ആദ്യമായിട്ട് ഉറുദുവിലാണ് അവിടെ ഖുതുബ നടന്നത്. ആ ഉറുദുവിലുള്ള ഖുതുബയാണ് പിന്നീട് മലയാളത്തിലേക്ക് മാറിയത്. മലയാളത്തിൽ ഖുതുബ ഓതണം എന്നുള്ളത് അള്ളാന്റെ ഖുർആനിൽ ഒരു ആയത്തിലും തെളിവില്ല. ഒരു ഹദീസിലും മലയാളത്തിൽ ഖുതുബ ഓതണമെന്നില്ല.
ഖുതുബ എന്നതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ദിക്ർ എന്നാ, ഹദീസിൽ ഉപയോഗിച്ചതും ദിക്ർ എന്നാ. അതുകൊണ്ടാണ് നമ്മളെ പണ്ഡിതന്മാര് അത്തഹിയാത്ത് പോലെ തക്ബീറത്തുൽ ഇഹ്റാം പോലെ ഈ ഖുതുബയും അറബിയിലായിരിക്കൽ നിബന്ധനയാണ്. അത്തഹിയാത്ത് മലയാളത്തിൽ ഓതലുണ്ടോ? തക്ബീറത്തുൽ ഇഹ്റാം അത് വഹാബികളാണെങ്കിലും സലഫികളാണെങ്കിലും മുജാഹിദാണെങ്കിലും അല്ലാഹു അലി എന്ന് പറയലുണ്ടോ? ഓലും അല്ലാഹു അക്ബർ എന്നല്ലേ പറയുന്നത്. അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം പോലെ അത്തഹിയാത്ത് പോലെ ഈ ഖുതുബയും അറബിയിലായിരിക്കൽ നിബന്ധനയാണ് എന്ന് പറയാനുള്ള കാരണം ഈ ഖുതുബ അതിൻ്റെ ഭാഷ അത് ഒരു അനിവാര്യ ഘടകം, അത് പിന്നെ മറ്റുള്ള തക്ബീറത്തുൽ ഇഹ്റാമും അത്തഹിയാത്ത് പോലെയുള്ള ഒരു അനിവാര്യ ഘടകമായതുകൊണ്ടാണ് അറബിയിൽ ഖുതുബ ഓതണം എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് തിരിയുന്നൊരു കോലത്തിലപ്പോൾ ഞാൻ പറഞ്ഞു, ആയത്തും ഹദീസിലേക്കൊന്നും കടന്നപ്പോൾ നിങ്ങളെ മനസ്സിലുണ്ടാവില്ല. ഇനി അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ലോകത്ത് ആദ്യം ഇസ്ലാം ഇവിടെ പണിത, നമ്മളെ കേരളത്തിൽ ആദ്യം പണിത പള്ളിയിൽ അറബിയിലുള്ള ഖുതുബയാണ്. സ്വഹാബത്ത് നമ്മളെ പഠിപ്പിച്ചതും അറബിയിലുള്ള ഖുതുബയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ച പള്ളി അത് കൊച്ചിയിലെ പള്ളിയാണ്. അതിനുശേഷമാണ് തുർക്കിയിലെ മുസ്തഫ കമാൽ എന്ന് പറയുന്ന അയാളൊരു പാശ്ചാത്യ ചിന്താഗതിക്കാരനാണ്. അയാള് തുർക്കി ഭാഷയിൽ ബാങ്ക് കൊടുക്കണം എന്ന് പറഞ്ഞ ആളാണ്. ഇസ്ലാമിന്റെ ഭാഷയായ അറബി ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളാണ് മുസ്തഫ കമാൽ. പർദ്ദക്കെതിരെ സംസാരിച്ച ആളാണ് മുസ്തഫ കമാൽ. ആ മുസ്തഫ കമാലൊക്കെ ഇതിന് ശേഷം പിന്നീട് തുടങ്ങിയതാണ്. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് സ്വഹാബത്ത് പണിത പള്ളിയിൽ അറബിയിലുള്ള ഖുതുബ. ഈ നബിതങ്ങൾ നമ്മളോട് പറഞ്ഞാൽ അറിയോ, എന്റെ സമുദായം 73 കക്ഷികളായി പിരിയും. എത്ര കക്ഷികൾ? അതിൽ 72 കക്ഷികളും നരകത്തേക്കാണ്. എത്ര കക്ഷികൾ നരകത്തേക്ക്? ഒരു കക്ഷി മാത്രം സ്വർഗത്തേക്ക്. സ്വഹാബത്ത് ചോദിച്ചു, നബി ആരാണ് ആ കക്ഷി എന്ന് ചോദിച്ചു. അപ്പൊ എന്താ പറഞ്ഞത്? മാ അന അലൈഹി വാ സുഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും എന്താണോ നിങ്ങളെ പഠിപ്പിച്ചത് അത് ഉൾക്കൊണ്ട് ജീവിക്കുന്നവർക്കാണ് സ്വർഗം. അങ്ങനെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവർ മുസ്ലിം സമുദായത്തിൽ ഒരു വിഭാഗമേ ഉള്ളൂ. അവരെ വിളിക്കുന്ന പേരാണ് സുന്നി എന്ന് പറയുന്നത്. മുജാഹിദുകൾ സ്വഹാബത്തിനെ അംഗീകരിക്കണില്ല. അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവർ അറബിയിലുള്ള ഖുതുബ ഓതണം. അപ്പൊ സ്വഹാബത്ത് കേരളത്തിൽ പള്ളി ഉണ്ടാക്കി അറബിയിൽ ഖുതുബ ഓതി കാണിച്ചു, നിങ്ങൾക്കെന്ത് സ്വീകരിക്കാൻ പറ്റൂലേ എന്ന് മുജാഹിദീങ്ങളോട് ചോദിക്കും. ആ ചോദ്യത്തിന് ഓലൊരു മറുപടി എഴുതിയിട്ടുണ്ട് ഒരു പുസ്തകത്തിൽ. ആ പുസ്തകത്തിന്റെ പേര് ജുമുഅ ഖുതുബ മദ്ഹബുകളിൽ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ ബുക്ക് എഴുതിയ ആള് വാഴക്കാട് അബ്ദുറഹ്മാൻ മൗലവി എന്ന് പേരുള്ള ഒരാളാ. നിങ്ങളെ മലപ്പുറത്തുകാരനാ. കുറച്ചു മുമ്പ് അയാൾ മരിച്ചുപോയത്. അയാളെ പുസ്തകത്തിന്റെ 84-ാമത്തെ പേജിൽ അയാൾ പറയുന്നുണ്ട്, സ്വഹാബികൾ അറബി അറിയാത്തവരുടെ അറബിയിൽ ഖുതുബ ഓതിയെന്ന് സമ്മതിക്കാൻ പറ്റൂല. പറയുന്നവർ തെളിവ് ഹാജരാക്കണം. ഇനി തെളിഞ്ഞാൽ തന്നെയും ഇയാൾ എഴുതിയ വരി എന്താ അറിയോ? അത് ശ്രദ്ധിച്ചോളി. മുജാഹിദീങ്ങൾക്ക് എന്താ കുഴപ്പം? എന്തിനാ ഓലോട് നമ്മൾ സലാം പറയരുതെന്ന് പറയണേ? മുജാഹിദിന്റെ പള്ളിയിൽ പോയിട്ട് നമ്മൾ നിസ്കരിക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മുജാഹിദീങ്ങൾക്ക് സലാം പറയാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താണ്? നിങ്ങൾ ഈ പുസ്തകത്തിലുള്ള വരി ശ്രദ്ധിച്ചോളൂ, ഞാൻ വായിക്കുകയാണ്. സ്വഹാബത്ത് അറബിയിൽ ഖുതുബ ഓതിയെന്ന് സമ്മതിക്കാൻ പറ്റൂല, പറയുന്നവര് തെളിവ് ഹാജരാക്കണം. ഇനി തെളിഞ്ഞാൽ തന്നെ കേരളത്തിലെ മുസ്ലിയാക്കളെ പോലെ അത് ദീനിൽ തെളിവല്ല. ആരെ കുറിച്ചാണ് ഈ പറഞ്ഞത്? കേരളത്തിലെ മൊയ്ലേക്കന്മാരെ പോലെയാണ് സ്വഹാബത്ത് എന്ന് ആരാ പറഞ്ഞത്? മുജാഹിദ്. മൊയ്ലേക്കന്മാരോട് വെറുപ്പുണ്ടെങ്കിൽ അത് സ്വഹാബത്തിനോട് കാണിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് മൊയ്ലേക്കന്മാരെ പോലെയാണ്, അത് നമുക്ക് സ്വീകരിക്കേണ്ട കാര്യമില്ല. നബി പറഞ്ഞു നിങ്ങളുടെ സ്വഹാബത്തിനെ അംഗീകരിക്കണം, എന്റെ സ്വഹാബത്തിനെ ഫോളോ ചെയ്യണം. അവര് പഠിപ്പിച്ച ആദർശമാണ് ഇസ്ലാമിന്റെ ആദർശം. സലഫികൾ പറയുന്നത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ നബി പറഞ്ഞത് കേൾക്കണം, സലഫികൾ പറഞ്ഞത് കേൾക്കണം. അതാണ് നമ്മൾ അറബിയിലുള്ള ഖുതുബക്ക് കാരണം. ഇനി നമ്മളെ പള്ളിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ജുമയ്ക്ക് എത്ര ബാങ്ക് കൊടുക്കും? 2 ബാങ്ക് കൊടുക്കും. ഒരു ബാങ്ക് എപ്പോഴാണ് കൊടുക്കല്? ബാങ്കിന്റെ സമയത്ത്. മറ്റൊരു ബാങ്ക് കൊടുക്കലോ? ഖത്തീബ് മിമ്പർമ കയറി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് ഖുതുബ തുടങ്ങാൻ വേണ്ടി സലാം പറഞ്ഞാൽ ഖത്തീബ് അവിടെ ഇരിക്കും. അപ്പം വീണ്ടും ഒരു ബാങ്ക് മുഅദ്ദിൻ കൊടുക്കും. അങ്ങനെ ജുമഅക്ക് 2 ബാങ്ക് ഉണ്ട്. മക്കത്ത് പോയവരുണ്ട് ഇതിൽ? പോയിക്കണോ? ആരെങ്കിലും മസ്ജിദുൽ ഹറാമിൽ പോയിക്കണോ? അവിടെ ജുമഅ കൂടിക്കണോ?
ജുമഅക്ക് കൂടിയിട്ടില്ല. അവിടെ ജുമഅക്ക് 2 ബാങ്കുണ്ട്. മദീനത്തെ പള്ളിയിൽ ജുമഅക്ക് 2 ബാങ്കുണ്ട്. നമ്മളെ കേരളത്തിലെ സുന്നിയള പള്ളിയിലൊക്കെ ജുമഅക്ക് 2 ബാങ്കുണ്ട്. മുജാഹിദിന്റെ പള്ളിയിൽ എത്ര ബാങ്കാ? ആരാ ഈ ജുമഅന്റെ 2ാം ബാങ്ക് നടപ്പിലാക്കിയത്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ എത്രാമത്തെ ഖലീഫയാണ്? ഉസ്മാൻ തങ്ങൾ സ്വർഗത്തിലോ നരകത്തിലോ? അതാരാ പറഞ്ഞത്? നബി തങ്ങൾ പറഞ്ഞതാ. സ്വർഗത്ത് കിടക്കണ ഒരാള് വേണ്ടാത്ത പണി ചെയ്തു പോകുമോ? ആ ഉസ്മാൻ തങ്ങളുടെ ഭരണകാലത്താണ് ഈ 2ാം ബാങ്ക് നടപ്പിലാക്കിയത്. അപ്പൊ എപ്പോഴാണ് ഈ ബാങ്ക് നടപ്പിലാക്കേണ്ടത് എന്നുള്ള നബി തങ്ങൾ ഉസ്മാൻ തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. സമയമായപ്പോൾ മൂപ്പര് നടപ്പിലാക്കി. ആ ബാങ്ക് പിന്നെ ഇസ്ലാമിക ലോകത്ത് സ്ഥിരപ്പെട്ടു എന്നാണ് ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥത്തിൽ പറയുന്നത്. അപ്പൊ സുന്നി പള്ളികളിൽ ജുമഅന്റെ 2 ഇനി നോക്കിനെ നബി തങ്ങൾ പറഞ്ഞു, എന്റെ കാലശേഷം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മതത്തിൽ അഭിപ്രായ ഭിന്നത കാണാം. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, നിങ്ങൾ എന്റെ ചര്യ മുറുകെ പിടിക്കണം, എന്റെ ഖുലഫായിന്റെ ചര്യ മുറുകെ പിടിക്കണം. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന സമയത്ത് സ്വഹാബത്ത് ആ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് നിങ്ങൾ നോക്കണം. ഉസ്മാൻ തങ്ങൾ നടപ്പിലാക്കിയാൽ മതി നമുക്ക് തെളിവാകാൻ. കണ്ട, നിങ്ങൾ സ്വഹാബത്തിന് അംഗീകരിക്കാത്ത സ്വർഗം കിട്ടൂല. സ്വഹാബത്ത് പഠിപ്പിച്ച അറബിയിലുള്ള ഖുത്ബ നമ്മളെടുത്ത്, സ്വഹാബത്ത് പഠിപ്പിച്ച 2ാം ബാങ്ക് നമ്മളെടുത്ത്, ഇതൊന്നും ഓലെടുത്തില്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, പെണ്ണുങ്ങൾ പള്ളിക്കൊക്കെ പോകും. എവിടെ? മുജാഹിദിന്റെ പള്ളിയിൽ. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവും, ഉസ്താദ് അങ്ങനെയാണെങ്കിൽ ഇപ്പോ നമ്മളെ സുന്നി പള്ളിന്റെ ചെരുവിൽ എന്ത് എഴുതി വെക്കാനുണ്ടല്ലോ, യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇപ്പൊ നമ്മളും മുജാഹിദും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ തോന്നിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലേ? എന്താ കാരണം? സുന്നിയാളെ പള്ളിയിലും പെണ്ണുങ്ങൾ നിസ്കരിച്ചാൻ പറ്റുന്നില്ല. ഇപ്പോ വേറെ റൂമാണ്. അപ്പൊ നിങ്ങൾക്ക് തിരിച്ചറിവുണ്ട്. പള്ളിയിൽ എന്ത് ചെയ്തിട്ടില്ല, അതന്നെയാണ് അതിന്റെ പോയിന്റ്. സുന്നി മുജാഹിദ് ഈ വിഷയത്തിലുള്ള തർക്കം എന്താണെന്നാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരു പെണ്ണ് ഓള് നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥലം ഏതാ? അത് നബി പഠിപ്പിച്ചതാണ്. ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, പെണ്ണിന് ഏറ്റവും ഖൈറ് നിസ്കരിക്കാൻ അവളുടെ വീടാണ് ഉത്തമം. ഖൈറുള്ള സ്ഥലത്ത് നിസ്കരിച്ചാലാണ് കൂടുതൽ കൂലി കിട്ടുക. ആണുങ്ങളായ നമുക്ക് വീടാണോ ഖൈറ്, പള്ളിയാണോ ഖൈറ്? ഈ പെങ്ങളിൽ ഒരാൾ ശ്രദ്ധിച്ചോളി, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇങ്ങളിൽപ്പെട്ട ഒരാൾ വീട്ടിൽ നിന്ന് ളുഹ്ർ നിസ്കരിച്ചു, വേറൊരാൾ പള്ളിയിൽ ചെന്നിട്ട് ളുഹ്ർ നിസ്കരിച്ചു. ഒരഫ്സൽ വീട്ടിൽ നിന്ന് നിസ്കരിച്ചു, ഒരജ്മൽ പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചു. അഫ്സലിനും അജ്മലിനും ഒരേ കൂലിയാണോ? ആർക്കാ കൂടുതൽ കൂലി കിട്ടുക? ഇതാണ് ആണുങ്ങളുടെ നിസ്കാരത്തിന്റെ അവസ്ഥ. എന്നാൽ തിരിച്ച് നിങ്ങളെ കുടുംബത്തിൽ ആരെങ്കിലും മുജാഹിദീങ്ങളുള്ളവരൊന്ന് കൈപ്പോക്കിക്കാണ്. കുടുംബത്തിൽ മുജാഹിദുള്ളവർ, കുടുംബത്തിൽ പെണ്ണ് പള്ളിയിൽ പോണ ഏതെങ്കിലും പെണ്ണുങ്ങൾ പരിചയമുള്ളവരുണ്ടോ? ആ കൈപോക്കിയ കുട്ടിക്കുണ്ട്. അപ്പോൾ ശരിക്ക് ശ്രദ്ധിക്കുക. ആ പെണ്ണിനോട് ഇന്നത്തെ ക്യാമ്പ് കഴിഞ്ഞാൽ മോനെ, ആ പള്ളിയിൽ പോയി നിസ്കരിച്ച ആളോട് നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്താ അറിയോ? ഇപ്പം ആ കുട്ടിൻ്റെ അമ്മ പൊരയിന്നാണ് നിസ്കരിക്കണത്. അതേ സമയത്ത് മുജാഹിദിന്റെ പെണ്ണോ പള്ളിയിൽ പോയിട്ടാണ് നിസ്കരിക്കണത്. സത്യത്തിൽ കൂടുതൽ കൂലി കിട്ടേണ്ടത് ഓലെ വിശ്വാസപ്രകാരം ആർക്കാ? മുജാഹിദിന്റെ വിശ്വാസപ്രകാരം ആർക്കാ കൂടുതൽ കൂലി കിട്ടേണ്ടത്? പള്ളിയിൽ പോയി നിസ്കരിച്ച ആൾക്കല്ലേ കിട്ടേണ്ടത്? അങ്ങനെ കൂലി കിട്ടുന്നുള്ളതിനെ ഒരു ഹദീസ് നിങ്ങൾ ചോദിക്കും. ഹദീസ് കിട്ടിയ നേരങ്ങൾ വയ്യമ്മക്കൊണ്ട് പോന്നോളി. ആ ഹദീസ് തന്ന മൗലവിനേറ്റോട് പോന്നാൽ മതി. അങ്ങനെ ഒരു ഹദീസ് അള്ളാന്റെ ദുനിയാവിലില്ല. പെണ്ണ് പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ കൂടുതൽ കൂലി കിട്ടും എന്നതിന് ഒരു ഹദീസും ഇല്ല. ഹദീസ് നേരെ തിരിച്ചുള്ളത്. എന്താ ഹദീസ് പറയുന്നത്? ഖൈറു മസാജിദിൻ നിസാഇ കഅറു ബുയൂതിഹിന്ന, ഒരു പെണ്ണിന് ഉത്തമമായ നിസ്കാര സ്ഥലം അവളുടെ പള്ളികളിൽ വെച്ച് ഏറ്റവും ഉത്തമം അവളുടെ വീടിന്റെ അന്തർഭാഗമാണ്. സിറ്റ് ഔട്ടിലും കൊലായിലും അല്ല. അവരെ റൂമിന്റെ ഉള്ളിലാണ് ഓല് നിസ്കരിക്കേണ്ടത്. കാരണം പെണ്ണ് അങ്ങനെ മറഞ്ഞിരിക്കേണ്ടവളാണ്. അതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. ഇപ്പൊ അള്ളാന്റെ റസൂലിന്റെ എത്ര ഭാര്യമാരുണ്ടായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കി. നബിന്റെ മോളാണ് ഫാത്തിമ ബീവി. ഫാത്തിമ ബീവി ഒരു തവണ പോലും ആരാ മദീനത്തെ പള്ളിയിലെ ഇമാമ്?
ഫാത്തിമ ബീവിന്റെ വാപ്പ ആരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ഉപ്പയാണ് മദീനത്തെ പള്ളിയിൽ ജമാഅത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഒരു തവണ പോലും മോള് ആ മുത്തുനബി തങ്ങളുടെ പിറകെ പോയിട്ട് ജമാഅത്ത് കൂടിയിട്ടില്ല. ആയിഷ ബീവിന്റെ മടിത്തട്ട് കിടന്നിട്ടാ നബി വഫാത്താകുന്നത്. നബി തങ്ങൾ വഫാത്താകുമ്പോ ആയിഷ ബീവിന്റെ വയസ്സെത്ര അറിയോ? 18ാമത്തെ വയസ്സാ. ഒറ്റ വഖത്തിന് ആയിഷ ബീവി ജുമാഅക്കും ജമാഅത്തിനും പോയിട്ടില്ല. ഇത് ഷാഫി ഇമാം എന്ന് പറയുന്ന നമ്മളെ ഏറ്റവും വലിയ പണ്ഡിതൻ മദ്ഹബിന്റെ ഇമാം ഷാഫി ഇമാം പറയാണ് നബിന്റെ ഒരു ഭാര്യയും ജുമാഅക്കും ജമാഅത്തിനും പോയതായിട്ട് എനിക്കറിയാൻ സാധിച്ചിട്ടില്ല. അപ്പൊ പള്ളി പുണ്യുണ്ടെങ്കിൽ, പള്ളിയിലുള്ള നിസ്കാരം വലിയ ഫദ്ലുണ്ടായിരുന്നെങ്കിൽ, അതിൽ കൂലി കൂടുതൽ കിട്ടുമായിരുന്നെങ്കിൽ ഏറ്റവും അധികം ആരാണ് പള്ളിയിൽ പോയി നിസ്കരിക്കേണ്ടത്? എന്നാൽ കേരളത്തിൽ ആദ്യമായിട്ട് പെണ്ണ് പള്ളിയിൽ പോയ ആ സ്ഥലം ഏതാന്ന് അറിയുന്നവരാരെങ്കിലും ഉണ്ടോ? മറ്റേ നിങ്ങൾ പഠിച്ചു വെച്ചു. കേരളത്തിൽ ആദ്യമായിട്ട്, ലോകത്ത് ആദ്യമായിട്ട് അറബിയല്ലാത്ത ഭാഷയിൽ കുത്തുബോധിയ പള്ളി എവിടെ? കൊച്ചിയിലെ മട്ടാഞ്ചേരി. എന്തായിരുന്നു ആ പള്ളിയുടെ പേര്? പുതിയ പള്ളി. ഏത് കൊല്ലത്തിലാ തുടങ്ങിയത്? കേരളത്തിൽ ഇസ്ലാം എത്തിച്ചത് ആരാണ്? മാലിക് ദീനാർ പള്ളിയുടെ പള്ളി ഏതാ? ആ പള്ളിയിൽ ഏത് ഭാഷയിലാ കുത്തുബ? അപ്പൊ ആ അറബി മതി നമുക്കും. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് സ്വഹാബത്ത് പണിത പള്ളിയിലൊന്നും പെണ്ണില്ല കേട്ടോ. ചേരമാ മസ്ജിദ് പള്ളിയിൽ പെണ്ണില്ല, കൊല്ലത്തില്ല, പന്തലായിലില്ല, ശ്രീകണ്ഠപുരത്തില്ല, ചാലിയത്തില്ല. സ്വഹാബത്ത് പണിത ഒരു പള്ളിയിലും പെണ്ണില്ല. എന്നാൽ കേരളത്തിൽ ആദ്യമായിട്ട് പെണ്ണ് പള്ളിയിൽ പോയി നിസ്കരിച്ച സ്ഥലം എവിടെയാ അറിയോ? എന്നാ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്കടുത്ത് ഒതായി എന്ന് പറയുന്ന സ്ഥലത്താണത്. ഒതായി. ആദ്യമായിട്ട് പള്ളിയിൽ പോയി നിസ്കരിച്ച താത്താന്റെ പേരെന്താണെന്നറിയോ? വെള്ളാറമ്പാറ ഖദീജക്കുട്ടി, ആമിനക്കുട്ടി. ഈ രണ്ട് പെണ്ണുങ്ങൾ ആദ്യമായിട്ട് പോയത്. റളിയല്ലാഹു അൻഹ എന്നൊന്നും പറയണ്ട, രണ്ട് പടു ജാഹിലത്തായ പെണ്ണുങ്ങൾ, വിവരമില്ലാത്ത സാധുക്കൾ. ഈ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകാനുള്ള കാരണം എന്താണെന്നറിയോ? മൗലവിമാര് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു ഇവരെ വീട്ടിൽ. അപ്പൊ അവരോട് പറഞ്ഞു പള്ളിയിൽ പോയി നിസ്കരിച്ച പെരുത്ത കൂലി കിട്ടും എന്ന് പറഞ്ഞിട്ട് ദിറ്റയാളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടേതാ. ഈ വെള്ളാറമ്പാറ ഖദീജക്കുട്ടിയും ആമിനക്കുട്ടിയുമാണ് ആദ്യമായിട്ട് പള്ളിയിൽ പോയി നിസ്കരിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കൂലി ആ പെണ്ണ് പള്ളിയിൽ പോയി നിസ്കരിച്ചതിന്റെ പേരിൽ അധികമില്ല. പിന്നെ നമ്മൾ യാത്രക്കാരായ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ കൊടുക്കുന്നത് പറഞ്ഞാൽ ഈ പള്ളിയിൽ ഇപ്പൊ ഇമാമായി നിൽക്കുന്ന ഈ പള്ളിയിലെ ഉസ്താദിന്റെ ആ ജമാഅത്തില് അപ്പുറത്തെ ബിൽഡിങ്ങിൽ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ട്. അവിടെ വന്നിട്ട് ഓല് മഗ്‌രിബിന് ഇവിടെ ഇമാമ് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ഇട്ടുമ്പോ ഓല അവിടെ കെട്ടിയിട്ട് കാര്യമില്ല, ആ ജമാഅത്ത് ശരിയാവൂല. സുന്നി പള്ളികളിലെ സൗകര്യത്തിന്റെ അവസ്ഥ ഇതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, സാധാരണ മുജാഹിദീങ്ങളെ പള്ളിയിൽ പെണ്ണ് എവിടെ ഉണ്ടാകല്? പള്ളിന്റെ 2ാം നിലയിലല്ല ഉണ്ടാല്. നബിന്റെ കാലത്ത് ഈ പള്ളിക്ക് 2ാം നില തന്നെയല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കണോ നബിന്റെ കാലത്ത് ഇവര് എവിടെയായിരുന്നു പോയിരുന്നത്? നബിന്റെ കാലത്ത് പള്ളിക്ക് 2ാം നില എന്നൊരു പള്ളി തന്നെയല്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് പെണ്ണുങ്ങൾ അങ്ങനെ പോയിട്ടുമില്ല. ഇതാ ആ രണ്ട് താത്താരെ ഫോട്ടോ ആണിത്. വെള്ളാറമ്പാറ ഖദീജ കുട്ടിയാണിത്, ഇത് ആമിനക്കുട്ടി. ഈ രണ്ട് താത്താരാണ് ആദ്യമായിട്ട് പള്ളിയിൽ പോയി നിസ്കരിച്ചത്. അപ്പൊ ഇരിക്കട്ടെ, ഞാൻ നിർത്തുകയാണ്. അപ്പൊ നമ്മളെ പള്ളിയിൽ കണ്ടുവരുന്ന ആചാരങ്ങളൊക്കെ അള്ളയും റസൂലും പഠിപ്പിച്ചതനുസരിച്ച് സ്വഹാബത്ത് ഇവിടെ എത്തിച്ച രീതിയാണ്. ഇനി നമ്മൾ നിസ്കരിച്ചതിന് ശേഷം കൂട്ടുപ്രാർത്ഥന ഉണ്ടാവും നമ്മളെ പള്ളിയിൽ. മുജാഹിദിന്റെ പള്ളിയിൽ ഉണ്ടാവുമോ? ഓല് പൂച്ചനെ ചാക്ക് നിട്ട മാതിരി ഒറ്റ പാച്ചില സലാം വീട്ടിക്കഴിഞ്ഞാൽ. എന്നങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കൂട്ടുപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? ഒരാള് ദോരന്ന് മറ്റുള്ളവർ ആമീൻ പറയാം. ഇവിടെ സരസ് തുടങ്ങി, ഒരാള് ദോരന്ന് മറ്റുള്ളവർ ആമീൻ പറഞ്ഞു. ഇതാണ് കൂട്ടുപ്രാർത്ഥന. അള്ളാഹു ഇജാബത്ത് നൽകാൻ ഏറ്റവും സാധ്യമായ രീതി ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗൾഫ് പോകുമ്പോൾ അൽ ഫാത്തിഹ ഒന്ന് ദോരക്കും. കൂട്ടുപ്രാർത്ഥനക്കുള്ള പവർ അതാണ്. ഇത് നിസ്കരിച്ചതിന് ശേഷം വേണ്ടാന്ന് നബി തങ്ങൾ പറഞ്ഞിക്കണോ? അത് മാത്രമല്ല, അള്ളാഹു റസൂൽ പറഞ്ഞെന്തറിയോ? ഒരാള് മൻ സ്വല്ലാ ബിഖൗമിൻ, ഒരാൾ ഒരു ജനതയ്ക്ക് ഇമാമായി നിസ്കരിച്ചു. ഫഹസ്സ നഫ്സഹു ബിദഅവത്തിൻ ദൂന, അയാളെ സ്വന്തത്തിന് വേണ്ടി ദോരുന്നു, മറ്റുള്ളവരെ പരിഗണിച്ചില്ല. അയാൾക്കും വേണ്ടി അയാളെ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും മാത്രം ദോരുന്നു. പുറകിൽ നിൽക്കുന്ന മൗമൂമിങ്ങൾക്ക് വേണ്ടി ദോരുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഫഖദ് ഖാനഹും, ആ ഇമാമു മൗമൂമിങ്ങളെ ചതിച്ച വഞ്ചകനായ ഇമാമാണ് എന്നാ. അപ്പൊ നോക്കൂ, നമ്മളെ പള്ളിയിൽ കണ്ടുവരുന്ന ഓരോ രീതികളും അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക.
ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. അത് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതാണ്, പക്ഷെ എല്ലാം കൂടി ഇപ്പം നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്തും. ഇപ്പം നിങ്ങളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളാണല്ലോ. മദ്രസയിൽ പഠിക്കണ ഞമ്മക്ക് റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ പെരുത്ത സന്തോഷ. എന്തേ കാരണം? നമ്മളെ നേതാവ് മുത്തുനബി തങ്ങളുടെ ജന്മദിനാണ്. ആ ജന്മദിനം കൊണ്ടാടിയതിന്റെ പേരിൽ നമ്മൾ ഇസ്ലാമെന്ന് തന്നെ ഔട്ടായി എന്ന പോലെ പറയാം. പണ്ട് മുജാഹിദീങ്ങൾ ഇതൊക്കെ കൊണ്ടാടിയിരുന്നു കേട്ടോ. പണ്ട് മുജാഹിദീങ്ങൾ കൊണ്ടാടിയിരുന്നു. 1951 ഡിസംബർ 12 അന്ന് റേഡിയോയിൽ മുജാഹിദിന്റെ മൗലവി നബിദിന പ്രസംഗം നടത്തിയിട്ടുണ്ട്, ലത്തീഫ് മൗലവി. ആ പ്രസംഗം മീലാദുൻ നബി എന്ന പേരിൽ അവരുടെ പത്രത്തിൽ അച്ചടിച്ചു വന്നത് ഇന്നും എൻ്റെ അടുത്തുണ്ട്. അവരുടെ മദ്രസത്തുൽ ഇത്തിഹാദിയ എന്ന് പറഞ്ഞ മദ്രസ ഉണ്ട്. ആ മദ്രസന്റെ പണി കഴിച്ചിട്ട് അവർ ഉദ്ഘാടനം ചെയ്തത് മൗലിദ് ഓതിക്കൊണ്ടായിരുന്നു എന്നുള്ള അവരുടെ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. വ്യാപകമായിട്ട് ഒരു കാലത്ത് ഓലും നബിദിനം കൊണ്ടാടിയിരുന്നു. പിന്നെ ഓല് പറഞ്ഞു നബിദിനാഘോഷം പാടില്ല. എന്താ പോലെ ഇതിന് പറയുന്ന കാരണം? അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഇതേപോലത്തെ ആഘോഷം ഉണ്ടായിട്ടില്ല. അത് ശരി തന്നെയാണ്. നബിന്റെ കാലത്ത് ഇങ്ങനത്തെ അരങ്ങുണ്ടോ? നബിന്റെ കാലത്ത് ഇങ്ങനത്തെ മൈക്കുണ്ടോ? നബിന്റെ കാലത്ത് നമ്മൾ കൊട്ടുന്ന മാതിരിയുള്ള ദഫുണ്ടോ? നബിന്റെ കാലത്തില്ലാത്തതൊക്കെ ഒഴിവാക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മളെ പള്ളി, മുജാഹിദിനും പള്ളി ഉണ്ടല്ലോ, ആ പള്ളിയിൽ കാർപ്പറ്റ് ഉണ്ടല്ലോ. നബിന്റെ കാലത്ത് കാർപ്പറ്റ് ഉണ്ടോ നിങ്ങൾ ചോദിക്കും. നബിന്റെ കാലത്ത് മദ്രസ ഈ കോലത്തിലുണ്ടോ? ഇങ്ങനെ ഫിഖ്, അഖായിദ, അഖ്ലാഖ്, തസ്കിയ അങ്ങനെ ബുക്കുകളുണ്ടോ? നബിന്റെ കാലത്ത് നമ്മളെ കയ്യിലുള്ള മുസാഫ് ഉണ്ടോ? ഇങ്ങനത്തെ ഒരു കോലത്തിൽ മുസാഫ് ഉണ്ടോ? നബി വഫാത്താകുമ്പോൾ മുസാഫ് എങ്ങനെയാണ്? സ്വഹാബിമാരുടെ ഹൃദയങ്ങളിൽ, എല്ലുകളിൽ, തോലുകളിൽ ഈ 114 സൂറത്ത് ഇങ്ങനെ ക്രമീകരിച്ച് ഒരു പുസ്തക രൂപത്തിൽ മുസഹഫിന്റെ ഒരു കോപ്പി ലോകത്തില്ല. അപ്പൊ എന്താ നബിദിനം മാത്രം ഇങ്ങനെ? ഇനി നബിദിനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, അള്ളാഹുവിന്റെ റസൂല് പൊരുത്തപ്പെടാത്ത ഒരു കാര്യം നബിദിനത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് തെറ്റാ. അപ്പൊ നബിദിനം എന്ന് പറയുന്നത് നബി ജനിച്ച ദിവസം, അതിന് പ്രത്യേകത ഉണ്ടായതുകൊണ്ടാണല്ലോ തിങ്കളാഴ്ച ദിവസം നോമ്പ് സുന്നത്തായത്. തിങ്കളാഴ്ച നോമ്പ് സുന്നത്താകാനുള്ള കാര്യം നബി പറഞ്ഞിരുന്ന കാരണം ഫീഹി വുലിത്തൂന, ആ ദിവസത്തിൽ എന്നെ പ്രസവിച്ചു. അപ്പൊ നബി ജനിച്ച ദിവസത്തിന് പ്രത്യേകത ഉണ്ട്, നബി ജനിച്ച മാസത്തിന് പ്രത്യേകത ഉണ്ട്. ഇതൊക്കെ ഒരു കൊണ്ടാടിയത് വേണം ഒരു കാലത്ത്. ഇപ്പൊ ഓല് പറയുന്നത് നമ്മൾ നബിദിനത്തിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്യല്? നിങ്ങൾ പറയും എന്താ ചെയ്യല്? റാലി നടത്തുന്നു, പിന്നെ മൗലിദ് അല്ലോ. മൗലിദ് നബിന്റെ കാലത്ത് ഇല്ലാന്ന് അവർ പറയാം. ഇപ്പൊ നമ്മൾ അതിന് ഓല് പറയലെന്തറിയോ? നമ്മൾ ഓതുന്ന മൗലിദാണ് ഇത് മങ്കൂസ് മൗലിദ്. ആ മങ്കൂസ് മൗലിദിലെ പിന്നെ ബൈത്തുകൾ എങ്ങനെ നബിന്റെ കാലത്ത് ഉണ്ടാകുമോ? കാരണം മങ്കൂസ് മൗലിദ് എഴുതിയതാരാ? ആരാ മങ്കൂസ് മൗലിദ് എഴുതി? സൈനുദ്ദീൻ മഖ്ദൂം. ആരാ എഴുതി? മങ്കൂസ് മൗലിദ് എഴുതിയിട്ട് കൊല്ലം എത്ര ആയിട്ടുണ്ടാവും അറിയോ? ഏതാണ്ട് 500 കൊല്ലം. അപ്പൊ നബി ഈ മൗലിദ് നബിന്റെ കാലത്ത് ഉണ്ടാകണം എന്ന് പറയുന്നത് വാശിയാണ്, അത് ശരിയല്ല. നബിന്റെ കാലത്ത് മങ്കൂസ് മൗലിദ് ഇല്ല എന്നുള്ളത് സത്യമാണ്. അതേ സമയത്ത് നബിന്റെ കാലത്ത് മൗലിദ് ഇല്ലാന്ന് എങ്ങനെ പറയാ? അത് പറയാൻ കഴിയൂല. അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്ത് നബിന്റെ കാലത്ത് മൗലിദ് ഓതിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ബുഖാരിയിൽ ഒരു മൗലിദ് ചൊല്ലിത്തരാം. ആ മൗലിദ് ആര് ചൊല്ലിയതെന്നറിയോ? സ്വഹാബി ചൊല്ലിയ മൗലിദാ. ബുഖാരിയിലാണ് ആ മൗലിദ് ഉള്ളത്. ആ മൗലിദ് എന്താണ്? വഫീനാ റസൂലുള്ളാഹി യതുലു കിതാബഹു ഇദൻ ശഖ മഅറൂഫുൻ മിനൽ ഫജ്രി സാതിഉ അറാനൽ ഹുദാ ബഅദൽ അമാ ഫഖുലൂബുനാ ബിഹി മുഖിനാത്തുൻ അന്നഹു ഖാല വാഖിഉ. ഇത് ബുഖാരിയിലുള്ള മൗലൂദ, സ്വഹാബത്ത് ചൊല്ലിയ മൗലൂദ. അപ്പൊ മൗലൂദ് നബിന്റെ കാലത്തില്ല എന്ന് പറയാൻ പറ്റൂല. ഇനി മൗലൂദ് എന്താണ് ഇതിന്റെ ഉള്ളടക്കം? മൗലൂദ് എന്ന് പറഞ്ഞാൽ എന്താ? നബിയെ പുകഴ്ത്തി പറയാ. ഇത് നബിന്റെ പേരിലാവുമ്പോഴും അവർക്ക് പറ്റാത്തത്. ഇവരെ നേതാക്കളെ പേരിൽ എത്ര മൗലൂദുണ്ട്? ഇപ്പൊ KM മൗലവി എന്ന് പറയുന്നവരെ പിതാവാണ്. ഈ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത മനുഷ്യനാ. അയാളാണ് ഇതിന്റെ വലിയ പ്രചാരകൻ. ആ KM മൗലവിനെ കുറിച്ച് ഇവര്
പാഠപുസ്തകത്തിൽ മൗലിദ് പഠിപ്പിച്ചിരുന്നു, അറബിയിൽ. ആ മൗലിദിൽ എന്താ പറയുന്നത് അറിയോ? ഫിസ്ദിഖി കാന അബാ ബക്കരിം വഹൈദറ ഫീ ശജാഅത്തിൻ വഗദാ ഫിൽ ഹിൽമി ഉസ്മാനാ വകാന ഫീ അദിലിഹി ബൈനൽ വറാ ഉമറാ വഫീ നസീഹത്തിഹി ലിന്നാസി ലുക്മാനാ. ഇത് മുജാഹിദിന്റെ മൗലൂദാ. നമ്മൾ അൻത ഉമ്മുൻ അമ്മബുൻ മാറഅയ്ന ഫീഹിമ മിഥില ഹുസ്നിക ഖത്തുയ സയ്യിദി ഖൈറൻ നബി എന്ന് ചൊല്ലിയാൽ നമ്മൾ ആരായി? ഇസ്ലാം എന്ന് പുറത്തുപോയി. എന്താണ് ഈ ചൊല്ലിനർത്ഥം? സ്വന്തം ഉമ്മ ബാപ്പയിൽ പോലും ഞങ്ങൾ കണ്ടില്ല അങ്ങയുടെ നന്മ പോൽ ആരെയും നബി പുണ്യരേ. ഇതൊന്നും നമ്മൾ ചെല്ലിയാൽ നമ്മൾ ഇസ്ലാം എന്ന് പുറത്തുപോയി. ഇനി ഇവര് ചെല്ലിയ മൗലിദിന്റെ അർത്ഥം എന്ന് വെച്ച് നോക്കുക. നമ്മള് ഫിസ്സുദ്ഖി കാന അബാ ബക്കരിൻ വഹൈദറ ഫീ ശജാഅത്തിൻ വഗദാ ഫിൽ ഹിൽമി ഉസ്മാന. ഇയാള് സത്യം പറയുന്ന കാര്യത്തിൽ സിദ്ദീഖ് തങ്ങളെ പോലെയാണ്. ആര്? കെ എം മൗലവി. വഹൈദറ ഫീ ശജാ, ധീരതയുടെ കാര്യത്തിൽ ഇയാൾ അലിയാര് തങ്ങളെ പോലെയാണ്. വെറും തള്ളല. ഇയാൾക്ക് ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു ബ്രിട്ടീഷുകാർ പറഞ്ഞപ്പോൾ ഇയാൾ പേടിച്ചുപോയി. നമ്മൾ ഈ മലപ്പുറം ജില്ലയിലെ ഈ കൊണ്ടോട്ടിക്കടുത്ത പുലിക്കല്ല്, അയാള് ഒരു മൗലവിന്റെ പുരക്ക് ഒളിവിൽ കഴിയുക. ആ സമയത്ത് ബ്രിട്ടീഷുകാരെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ അന്തിപ്പാതിര നേരത്ത് ഭാര്യന്റെ പർദ്ദ ധരിച്ചിട്ട് രാത്രിക്ക് രാത്രി തിരുവിതാംകൂറിലേക്ക് ഒളിച്ചോടിപ്പോയ ആണും പെണ്ണും കെട്ട ബീരുവിന്റെ പേരാ കെ എം മൗലവി എന്ന്. എന്നിട്ട് ആ മനുഷ്യൻ അലിയാര് തങ്ങളെ ധൈര്യം ഉണ്ട് എന്ന്. അലിയാര് തങ്ങൾക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, നബി തങ്ങളെ വധിക്കാൻ വേണ്ടി ശത്രുക്കൾ വീട് വളഞ്ഞു അല്ലേ? ആ സമയത്ത് അലിയാര് തങ്ങൾ എന്താ പറഞ്ഞത്? നബി നിങ്ങളെ വിരിപ്പിൽ ഞാൻ കിടന്നോളാം, നിങ്ങൾ പൊയ്ക്കോളി, വെട്ടോ കുത്തോ വരിച്ച അരിക്കേറ്റോളാം, നിങ്ങൾ പൊയ്ക്കോളിയാണ്. അപ്പോഴാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പിടി മണല് വാരി ഒരു ഊത്തങ്ങോട് ഊതിയിട്ട് ഒരൊറ്റയേറ് എല്ലാരെ കണ്ണിലും ആ മണലിന്റെ തരിയെത്തി. ഓലിങ്ങനെ കണ്ണിങ്ങനെ തിരുമ്മിക്കൊണ്ടിനിടയിൽ നബി വയ്ക്കണം. ഇവരിങ്ങനെ ഇടക്കിടക്ക് നബിനെ പൊലയ്ക്ക് എത്തി വെക്കും. ആ ഉണ്ട് മൂപ്പര് അവിടെ തന്നെ കിടക്കുന്നുണ്ട്, എണീറ്റ് വരട്ടെ, ഒന്നിച്ചു വെട്ടിക്കൊല്ലാനുള്ള പരിപാടിയാ. നേരം വെളുത്തപ്പോ എണീച്ചു വരുന്നത് ആരാ? അലിയാര് തങ്ങള്. അലിയാര് തങ്ങളെ ധൈര്യം ഉണ്ടോലോ കെ എം മൗലവിക്ക്. പിന്നെ പറഞ്ഞെന്താ? ഫിൽ ഹിൽമി ഉസ്മാന, ഉസ്മാൻ തങ്ങളെ സഹനം കെ എം മൗലവിക്ക്. വകാന ഫി അദിലിഹി ബൈനൽ വറാ ഉമറ വഫീ നസീഹത്തിഹി ലിന്നാസി ലുക്മാന. നീതിയുടെ കാര്യത്തിൽ ഇയാൾ ഉമർ തങ്ങളെ പോലെ. കെ എം മൗലവി അയാൾ ചെയ്ത കൊടും ചതി എന്താ അറിയങ്ങള്? നിങ്ങൾ പഠിക്കണം, നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കണ കുട്ടികളാ, മനസ്സിലാക്കണം. ഇപ്പൊ കെ എം മൗലവി ചിന്തകനാണ്. സ്കൂളിലൊക്കെ ചിലപ്പോൾ സെമിനാർ ഉണ്ടാവും, അവിടെ കൊടുത്തിട്ട് നവോത്ഥാന നായകൻ, ചിന്തകൻ, പരിഷ്കർത്താവ്. ഇയാൾ മണ്ണാങ്കട്ടെ. ഇയാൾ അക്ഷരം തെറ്റാതെ എന്താ പറയേണ്ട അറിയോ? ഇയാൾ സൗദിക്ക് കത്തെഴുതി. എന്തിനാ നിങ്ങൾ മനസ്സിലാക്കി? എന്തിനാ ഇയാൾ സൗദിക്ക് കത്തെഴുതി അറിയോ? ക്രിസ്ത്യാനികളെ ജോലിക്ക് വെക്കരുത്, സലഫികളല്ലാത്ത മുസ്ലിങ്ങളെയും ജോലിക്ക് വെക്കരുത്, ഒരു സുന്നിക്ക് സൗദിയിൽ ജോലി കൊടുക്കരുത് എന്ന് പറഞ്ഞ് സൗദി സർക്കാരിന് കത്തെഴുതിയ ചങ്ങാതിയാ കെ എം മൗലവി. ആ കെ എം മൗലവിന്റെ മതകും മൗലുദും ഒരു കുഴപ്പമില്ല. മുത്തുനബിൻ്റെതാവുമ്പോൾ ഓൽക്ക് ശിർക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ മാല, ഞാൻ നിർത്താൻ എൻ്റെ സമയം തീർന്നു. നമ്മളെ മാല ഏതാ മാല? മുഹിയുദ്ദീൻ മാല. ആരാ എഴുതിയത്? ഖാലി മുഹമ്മദ് ഖദ്ദസല്ലാ, കുറ്റിച്ചിറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു, കോഴിക്കോട്. ആരെ കുറിച്ച് എഴുതിയത്? മുഹിയുദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച്. എന്താണ് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ മതക് എഴുതി? അതാണ് അല്ലാ തിരുപേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ. എല്ലാരും ജവാബിലേക്ക് ബിൽ ഖുതുബിർ റബ്ബാനി വൽ ഗൗതി സമദാനി നജീനാ മിൻ കുല്ലി അഫാതി യാ അല്ലാഹ്. ഇതാണ് മുഹിയുദ്ദീൻ മാല. ആ മുഹിയുദ്ദീൻ മാല ചെല്ലാൻ പാടില്ല എന്നാണ് മുജാഹിദ് പറയാ. എന്താ ഇതിന്റെ കാരണം എന്നറിയോ? ഇവര് പറയില്ല ഇതിനൊക്കെ അവസാനം ഓവർ ഉണ്ട്, അതുകൊണ്ട് ഇതൊരു ഓവറാന്നാ. മുഹിയുദ്ദീൻ മാല എന്ന് പറഞ്ഞാൽ അറബി മലയാള സാഹിത്യത്തിൽ കണ്ടുകിട്ടിയ ആദ്യത്തെ കൃതിയാണ്. ഇരിക്കട്ടെ, ഞാൻ പൈക്കൊന്നും പോണില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, മുഹിയുദ്ദീൻ മാല ചൊല്ലാൻ പാടില്ല എന്ന് പറയുന്ന ടീമിന്റെ നേതാവിന്റെ ഒരു മാല നിങ്ങൾ കേട്ടുക്കണം. ഉമർ മൗലവി എന്ന് പറഞ്ഞ മനുഷ്യൻ, അയാൾ മരിച്ചതിന് ശേഷം അയാളെ മാല എഴുതി. 2024 കൊല്ലത്തെ പഴക്കേ ഉള്ളൂ.
ജനുവരിക്ക് ചാടിയാൽ 25 കൊല്ലം പഴക്കമുണ്ടാവും. നമ്മളത് 400 ചില്ലാൻ കൊല്ലായി. ആ മാല തുടങ്ങണന്നെ എന്താ നിങ്ങള്? സ്വർഗത്തിലേക്ക് കൂതിച്ചാകോ ചേതന വേദന ശാന്തീതൻ സായുജ്യമാകുവാൻ കേഴുന്നു കേരള മക്കൾ നിനക്കോരോ രണ്ടാമനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ മലയാള മണ്ണീനോ സൗഭാഗ്യമായി നീ മൂന്നാമുമറായി ജീവിച്ച നാളുകൾ മായില്ല നിൻ വാക്കിൻ ധോരണിയാൽ മാതം കല്ലും നെല്ലും നീക്കി സ്വീകരിച്ചോരീവർ സ്വർലോകം കൈക്കുള്ളിലാക്കി ജീവിക്കവേ എങ്ങനെ അങ്ങോസം ബാധിച്ചു ഭൂമിയെ. നിങ്ങൾ കേട്ടുക്കണ ഈ മാല? ഇത് ഇത്രയൊന്നുമല്ല, കുറേ ഉണ്ട്. ഇതിൽ വരി മാത്രം പാടുകയാണെങ്കിൽ 2 ക്യാമ്പ് വെക്കേണ്ടി വരും. അപ്പൊ അസുഖം തിരിഞ്ഞില്ല നിങ്ങൾക്ക്. ഈ മൗലവിനെ കുറിച്ച് ഈ കോലത്തിൽ മാല ഇതിന് ഇയാളെ കുറിച്ചപ്പോ ഇതിനൊക്കെ അർത്ഥം വെച്ചോക്കൊണ്ട് നിങ്ങള് സ്വർലോകം കൈക്കുള്ളിലാക്കി ജീവിക്കവേ എങ്ങനെ അങ്ങ് സമ്പാദിച്ചു ഭൂമിയേന്ന്. അപ്പൊ ഉമർ മൗലവിന്റെ ഉള്ളം കയ്യിലായിരുന്നു സ്വർഗന്ന്. ഈ സ്വർഗം ആകാശഭൂമിന്റെ വിശാലത ഉണ്ടെന്ന ഖുർആൻ പറയുന്നത്. അർലുഹാ സമാവാത്തു വൽ അർളുന്ന ഖുർആനിന്റെ പ്രയോഗം. അത് ഉമർ മൗലവിന്റെ ഉള്ളം കയ്യിൽ കൊള്ളണം എന്നുണ്ടെങ്കിൽ ഇയാളെ ഉള്ളം കയ്യിനകത്ത് വിശാലത എത്ര ഉണ്ടാവും? അത് ഞാൻ മാത്രമല്ല, ഇയാള് സ്വർഗത്തിലെ നരകത്തിലെ ഇവരെങ്ങനെ തീരുമാനിക്കല്? ഇവരങ്ങനെയല്ലേ ചോദിക്കല് നമ്മളോട്? ഇപ്പൊ മുഹ്യിദ്ദീൻ ശൈഖിനെ കുറിച്ച് കാളി മുഹമ്മദ് എഴുതി, എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും ലക്ക് പറഞ്ഞോവർ. എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കണ മലക്ക് പറഞ്ഞു എന്ന് ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞത് കാളി മുഹമ്മദ് മാലയിൽ ഉദ്ധരിച്ചു. ഷെയ്ഖ് ജീലാനി തങ്ങളെ മുരീദായ ഒരാൾ നരകത്ത് പോകില്ല, ഹക്കാണ്. പക്ഷെ ഇവരെന്ത് അത് പറയുമ്പോൾ ചോദിക്കലറിയോ? ഒരാളെങ്ങനെ സ്വർഗത്തിലാ നരകത്തിലാ നിങ്ങളാണ് തീരുമാനിക്കല്. തിരിച്ചു ചോദിക്കണങ്ങളോട്, സ്വർലോകം കൈക്കുള്ളിലാക്കി ജീവിക്കവേ എങ്ങനെ എങ്ങോസം ബാധിച്ചു ഭൂമിയെ. അപ്പൊ കഥല്ലാത്ത ഒരു പ്രസ്ഥാനാണ് ഈ സലഫി പ്രസ്ഥാനം. ഓലെന്തും പറയും, ഇന്ന് പറഞ്ഞ് നാളെ മാറ്റി പറയും. അങ്ങനെ പറഞ്ഞത് തിരുത്തിക്കൊണ്ടേയിരിക്കുന്നു. ആ ലോകത്തേക്ക് കടന്നാൽ പണ്ട് കണ്ണേറില്ല, ഇപ്പൊ കണ്ണേറുണ്ട് മുജാഹിദിന്. പണ്ട് സിഹിർ എന്ന് പറഞ്ഞാൽ ഫലിക്കൂല എന്ന് പറഞ്ഞു, ഇപ്പൊ സിഹിർ ഫലിക്കും. അതൊക്കെ പറഞ്ഞാൽ കണ്ടമാനം പറയാനുണ്ട്. ആകത്തുക ഇതൊരു ഉഡായിപ്പ് സംഘടന എന്ന് ഇപ്പൊ നിങ്ങൾക്ക് തിരിഞ്ഞില്ലേ? ഇതൊരു തരികിട കൂട്ടായ്മ എന്ന് തിരിഞ്ഞില്ലേ? അത്ര മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ കറ കളഞ്ഞ സുന്നത്തുമായത്തിന്റെ പ്രചാരകരാകുക. SYS SSFിലും നിങ്ങളെ മഴവിൽ സിംഗത്തിലൊക്കെ സജീവമായി പ്രവർത്തിച്ച് ഈ പുത്തനാശയക്കാരൊക്കെ പ്രതിരോധിക്കാൻ ആവശ്യമായ അറിവും കരുത്തും അതിന് നിങ്ങൾ കുസുമം വായിക്കുക, സുന്നത്ത് വായിക്കുക, റിസാല വായിക്കുക, സുന്നി വോയിസ് വായിക്കുക, നമ്മുടെ പ്രസിദ്ധീകരണങ്ങളൊക്കെ വീട്ടിൽ വരുത്തിക്കുക, വാപ്പമാരോടും ഉമ്മമാരോടും വരുത്താൻ ആവശ്യപ്പെടുക, വായിക്കാൻ ആവശ്യപ്പെടുക. അങ്ങനെ പുത്തനാശയക്കാരോടുള്ള വെറുപ്പും അതിനെതിരെയുള്ള പ്രചാരകരുമായി നമ്മൾ മാറുക. അതിന് ഈ ക്യാമ്പും ഈ സംസാരവും ഈ ഒത്തുകൂടലും ഒരു നിമിത്തമാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാ സന്തോഷങ്ങളും അറിയിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.